ഹലോ ഗേസ്, അസ്സലാമു അലൈക്കും. നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണിക്കാൻ വിചാരിച്ച്. അപ്പോൾ നമ്മൾ ഇന്ന് പരപ്പ്, ചക്കക്കുരു, വെണ്ടക്ക എല്ലാം കൂടെ ഇട്ടൊരു കറിയാണ്. സാമ്പാറൊന്നുമില്ല കേട്ടോ, തേങ്ങയൊക്കെ അരച്ച് നല്ല കറി വെക്കുകയാണ്. അപ്പം അതിൻ്റെ വിശേഷങ്ങൾ കാണിക്കാം. പരപ്പ് ഇതിലിട്ടിക്കണെങ്കിൽ ചക്കക്കുരു ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ തക്കാളി, ഉള്ളി, പച്ചമുളക് എല്ലാം കൂടെ ഇട്ട് കുക്കറിലൊന്ന് വേവിച്ചിട്ട് വെണ്ടക്കൊക്കെ ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മളെ പരപ്പും ചക്കക്കുരു നല്ലോണം വെന്ത് അപ്പോൾ നമ്മൾ കുക്കറിൽ നിന്ന് ചട്ടിയിലേക്ക് ഒഴിച്ച് അതിലേക്ക് നമ്മൾ ഒരു നുള്ളി ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉലുവൊക്കെ ഇട്ടാൽ ഗ്യാസ് ഉണ്ടാവില്ല. വെണ്ടക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗ്യാസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഉലുവ ഇടുന്നത്. പരപ്പ് അധികം നമ്മളെ വീട്ടിലായിരിക്കും പറ്റില്ല, അപ്പം അതിനിട്ടാണ് പാകത്തിന് ഉപ്പ്. നല്ല വെന്തിട്ട് മുരിങ്ങയില തേങ്ങ അരച്ച് അതിലേക്ക് ഒഴിക്കുമ്പോഴാണ് മുരിങ്ങൻ്റെ ഇല ഇട്ട് കൊടുക്കുക. വെണ്ടക്ക വേവട്ടെ. വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് തോനെ വെളുത്തുള്ളി ഇട്ടിരുന്നു. വെളുത്തുള്ളിയും ഉലുവയൊക്കെ ഇട്ടാൽ പരപ്പിട്ട് കറി വെച്ചാൽ ഗ്യാസ് ഉണ്ടാകും. അങ്ങനെ നമ്മൾ തേങ്ങ അരച്ച് അതിലേക്ക് കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കുകയാണ്. പച്ചമുളകൊക്കെ ഇട്ടെടുത്ത് പച്ചമുളക് ഒന്ന് ഒതുങ്ങിയിട്ട് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. മറ്റേ മുളക്, ചുവന്ന മുളക് ഇടാൻ പറ്റില്ല, പച്ചമുളകാണ് അരയ്ക്കാൻ. അങ്ങനെ കറിയൊക്കെ തിളച്ച് റെഡിയായി. വെണ്ടക്കൊക്കെ കഴിഞ്ഞ് മുരിങ്ങേൻ്റെ ഇല ഇട്ട് കൊടുക്കുക. മുരിങ്ങ ഇല ഇട്ടെടുത്ത് തേങ്ങ വെച്ച് കൊടുത്ത് മിക്സിൻ്റെ ജാറൊന്ന് കഴുകി വെച്ച് കൊടുക്കണം. ആ കറി കറി നമ്മൾ താളിക്കാൻ വേണ്ടി ചീനച്ചട്ടി വെളിച്ചെണ്ണ വെച്ചിരിക്കണേ. ഞാൻ അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളി നല്ല ഒന്ന് എരിഞ്ഞ് വരട്ടെ. ജസ്റ്റ് കടുകും കരിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുകിട്ടുണ്ട്. കരിവേപ്പില കളിപ്പം ഇതിലേക്ക് ഒഴിച്ച് നമ്മളെ കറി റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കറി അവിടെ റെഡിയായി. ചോറുമായി. ഇനി പപ്പടം, മീൻ പൊരിക്കാനൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ പപ്പടം പൊരിച്ചതാ വെച്ചേക്കണേ. പപ്പടം പൊരിച്ച് പിന്നെ മീനിതാ പൊരിക്കാൻ വേണ്ടി വെച്ചേക്കണേ. എല്ലാ പണിയും കഴിഞ്ഞപ്പോഴത്തേക്കും കൊട്ടത്തളം നിറച്ച് പാത്രമുണ്ട് കഴുകാൻ. ഒക്കെ കഴുകി വെക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക.